നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 3 ദിവസം കൂടി ശേഷിക്കെ പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. UDF-നായി ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും LDF-ന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ യൂസഫ് പത്താനെ ഇറക്കി റോഡ് ഷോയിലൂടെ PV അൻവറും കളം നിറഞ്ഞു. പ്രകടന പത്രിക പുറത്തിറക്കി വികസനം ചർച്ചയാക്കുകയാണ് NDA. കൊട്ടിക്കലാശം മറ്റന്നാളാണെങ്കിലും താരപ്രചാരകർ നിലമ്പൂരിലെത്തിയതോടെ കൊട്ടിക്കലാശത്തോളം തന്നെ ആവേശമാണ് മുന്നണികൾക്ക്. ACC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയതോടെ UDF ക്യാമ്പ് കൂടുതൽ ആവേശത്തിലായി. മൂത്തേടത്തും നിലമ്പൂരിലും പൊതുയോഗങ്ങളിൽ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. One of the big problems you are facing is the human-animal conflict. But as you know, the state government is not trying hard enough to resolve this issue. It was deeply disturbing to know about Anantu, who was electrocuted by an illegal electrical fence near Nilambur. So I hope that on the day of the election you will remember all these things I've said. 3 ദിവസമായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഇടതു ക്യാമ്പിൽ ആത്മവിശ്വാസം ഉയർത്തുന്നു. 3 തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലാണ് ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഒറ്റയ്ക്ക് പോരാട്ടത്തിനിറങ്ങിയ PV അൻവർ മുൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ രാജ്യസഭാ MP-യുമായ യൂസഫ് പത്താനെ ഇറക്കിയുള്ള റോഡ് ഷോയിലൂടെ കരുത്തു തെളിയിച്ചു. അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് യൂസഫ് പത്താന്റെ പ്രഖ്യാപനം. इंशाअल्लाह ही विल विन बिकॉज ये हमेशा जो लोग हैं उनके बीच में रहते हैं, लोग उन्हें पसंद करते हैं, तो जरूर वो जीतेंगे. He is not an impact player, he is a player of the match. നിലമ്പൂരിന്റെ വികസനം പ്രചരണായുധമാക്കി പ്രകടന പത്രിക പുറത്തിറക്കിയാണ് അവസാന ഘട്ടത്തിൽ NDA തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം പിടിക്കുന്നത്. റിപ്പോർട്ടർ, നിലമ്പൂർ.